പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ ചീഫ് സർജൻ, ചീഫ് ബേരിയാട്രിക് സർജൻ, ഇപ്പോൾ ചീഫ് റോബോട്ടിക് സർജനായ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ. ഹായ് ഡോക്ടർ, വെൽക്കം. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഈ റോബോട്ടിക് സർജറി വന്നതോടുകൂടി സാറിന്റെ പണി പോയോ? അത് ആ ഒരു മിസ്കൺസെപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇത് അശ്വതി മാത്രമല്ല, പലരും എൻ്റെ അടുക്കൽ ചോദിച്ചിട്ടുണ്ട്. ഇവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലെ ചോദിച്ചിട്ടുണ്ട്, ഈ സർജറി വന്നു കഴിയുമ്പോൾ ഡോക്ടറിൻ്റെയൊക്കെ പണി പോവില്ലേ, ഇപ്പം റോബോട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അതേപോലെ തന്നെ വളരെ തമാശയായിട്ടുള്ള കാര്യമാണ്, എൻ്റെ ഫ്രണ്ട് റോബോട്ടിക് സർജൻ ഡൽഹിയിലുള്ള. അപ്പോൾ അവരുടെയൊക്കെ ഈ പേഷ്യൻ്റ് വന്നിട്ട് പറയും, ഡോക്ടറും കൂടെ കാണണം കേട്ടോ ഈ സർജറി ചെയ്യുന്ന സമയത്ത്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു ഇതെന്നാണല്ലോ എല്ലാവരുടെയും ധാരണ. നമ്മുടെയൊക്കെ ധാരണ അങ്ങനെയായിരുന്നു. അപ്പോൾ അവരാണ് ഈ സർജറി ചെയ്യുന്നത് എന്നുള്ളതാണ് ധാരണ. പക്ഷേ അത് തീരെ തെറ്റാണ്. കാരണം സർജൻ തന്നെയാണ് ചെയ്യുന്നത്. റോബോട്ട് എന്ന് പറയുന്നത്, നമ്മളിപ്പം പഴയ കാലങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ആവിർഭാവം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശസ്ത്രക്രിയാ രംഗം തന്നെ ഒരു വിപ്ലവകരമായ മാറ്റമുണ്ടായത് ഈ ലാപ്രോസ്കോപ്പിക് സർജറി വന്നപ്പോഴായിരുന്നു. കീ ഹോൾക്ക് താക്കോൽ ധരിച്ചത് അത് 1990-ലാണ് നമ്മൾ ലോകമെമ്പാടും പ്രചാരത്തിലായത്. അത് നമ്മൾ പണ്ടൊക്കെ വയറ് തുറന്ന് ചെയ്യുന്നിരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഓപ്പറേഷനുകളും ഇപ്പോൾ വയറ് തുറക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്മെൻറ്റ് ഇൻ ദി ടെക്നോളജി. നമ്മൾ ക്യാമറ, നമ്മളെ വയറ്റിനുള്ളിലെ അതേപോലെ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതിൻ്റെ ഒരു ടെക്നോളജിയാണ്. അത് 10, 30, 40 വർഷമായിട്ട് ഇങ്ങനെ കൂടി ഇപ്പോഴുള്ള ടെക്നോളജിയാണ് എല്ലാം റോബോട്ട്. നമ്മളിപ്പോൾ ഈ ലാപ്രോസ്കോപ്പി ഇൻസ്ട്രുമെൻറ്റ്സിന് പകരം വി ആർ യൂസിങ് ദി റോബോട്ടിക് ആംസ്. അതേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള ഒരു ഡിഫറൻസ് ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മിനിമൽ ഇൻവേസീവ് സർജറി അല്ല കീ ഹോൾ സർജറി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് വി ഹാവ് ഗോട്ട് എ ന്യൂ ടൂൾ. അതാണ് ഇപ്പോൾ ഈ നമ്മുടെ ഈ പുറകിൽ കാണുന്ന റോബോട്ടിക് ആംസ് എന്ന് പറയുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ റോബോട്ട് വന്നു, കീ ഹോൾ സർജറി ആയിരുന്നു പണ്ട്. അപ്പം എനിക്കുള്ള ഒരു സംശയം വെച്ചാൽ, പണ്ട് ആക്ച്വലി ഓപ്പൺ സർജറിന്ന് കീ ഹോൾ വന്നപ്പോൾ ആൾക്കാർക്ക് വ്യത്യാസം എന്താണെന്നൊരു സംശയമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കീ ഹോൾ അല്ലെങ്കിൽ ചെറിയ ദ്വാരം, താക്കോൽ ദ്വാരത്തിൽ നിന്ന് റോബോട്ടിലേക്ക് വരുമ്പോൾ എന്താ ഇത് തമ്മിൽ ആക്ച്വലി ഒരു ഡിഫറൻസ് എന്താ? അത് ശരിക്കും നമ്മൾ പണ്ട് ഓപ്പൺ സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം പേഷ്യൻ്റ് അല്ല, നമ്മളൊരു മോഡൽ കടത്തിയിരിക്കുന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വയറ് തുറന്ന് നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ സർജറി ചെയ്യുക ഓപ്പൺ സർജറി. കീ ഹോൾ സർജറി ആയപ്പോൾ നമ്മൾ എഗെയിൻ പേഷ്യൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മൾ വയറ്റിനുള്ളിൽ ഇതേപോലുള്ള ചെറിയ ക്യാമറ കടത്തി കഴിയുമ്പോൾ വയറിനുള്ളിലുള്ളത് മുഴുവനും നമ്മൾക്ക് ടി വിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ സൈഡിൽ നിന്ന് ഈ കാണുന്ന വയറ്റിനുള്ളിലത് അതേപോലെ തന്നെ ഇതേപോലുള്ള ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ വയറ്റിനുള്ളിൽ കടത്തി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പേഷ്യൻ്റെ അടുത്ത് നിന്ന് ഈ ടി വിയിൽ നോക്കി നമ്മൾ ചെയ്യുക. ഈ റോബോട്ടിക് സർജറി വന്നപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സിന് പകരം നമ്മളുടെ കൈകൾക്ക് പകരം റോബോട്ടിക് ആംസ് എന്ന് പറയും. അതാണ് ഇത്. നമ്മളിപ്പോൾ ഈ നടുക്കുള്ള ആം, ഇതിപ്പം പല ടൈപ്പിലുള്ള റോബോട്ട്സ് ഉണ്ട്. അതിലൊരു ടൈപ്പിലുള്ള റോബോട്ട്സ് ആണ് ഇത്. മേക്ക് ഇൻ ഇന്ത്യ റോബോട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള SSI മന്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോബോട്ടിക് സിസ്റ്റത്തിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവരുടെ 3rd ജനറേഷൻ റോബോട്ടാണ് ഈ വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഓരോ പ്രാവശ്യം ഇപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ഇപ്പോൾ അവർ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് ഇതെല്ലാം ഫോർ ദി സേഫ്റ്റി ഓഫ് ദി പേഷ്യൻറ്റ്. അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത് ക്യാമറയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ക്യാമറയെ കൂടെ നമ്മളിപ്പോൾ ഇത് പേഷ്യൻ്റെ ഒരു വയറാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇതേപോലെ നമ്മൾ പണ്ട് ലാപ്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നതിന് പകരം ഈ റോബോട്ടിക്കിൻ്റെ ആംസ് ഇത് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് കണ്ടില്ലേ? ഇതേപോലെയാണ് ഇനി ഇൻസ്ട്രുമെന്റ്സ് വരിക. ഇതിൻ്റെ അകത്ത് 4 ചെറിയ സംഭവങ്ങളുണ്ട്. ഇതിവിടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ കൺസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ സർജൻ ഇരിക്കുക, കൺസോളിനാണ് ഇരിക്കുക. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് തന്നെ, പക്ഷേ മാറിയാണ് ഇരിക്കുക. മാറിയിരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടെ ഇപ്പോൾ ജോയ്സ്റ്റിക്ക് പോലുള്ള നമ്മളിപ്പോൾ ഇതൊക്കെ കളിക്കുമ്പോഴുള്ള ഗെയിം കളിക്കത്തില്ലേ, അതേപോലെ ജോയ്സ്റ്റിക്ക് വെച്ച് കളിക്കുമ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഈ ആംസ് മൂവ് ചെയ്യും. ഈ ആംസ് മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് 4 കൈ ഇവൻ 5 കൈ ഉണ്ട്.
ഓ ഫിഫ്ത്ത് നമ്മൾ ഫിഫ്ത്ത് ആം വാങ്ങിച്ചിട്ടില്ല. ഫിഫ്ത്ത് ആം ചില വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറീസ് ഒക്കെ നമ്മളിപ്പം പാൻക്രിയാറ്റിക് സർജറി, പാൻക്രിയാറ്റിക് അനസ്റ്റമോസിസ് അല്ലെങ്കിൽ ടോട്ടൽ കൊളക്ടമി അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് റിട്രാക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഈവൻ യു ക്യാൻ യൂസ് ഫിഫ്ത്ത് ആം ഓൾസോ, ഇപ്പോഴും അതും വന്നിട്ടുണ്ട്. അപ്പം അത് ആണ് നമ്മൾ ചെയ്യുന്നത്. സർജൻ ചെയ്യുന്ന അവിടെ തന്നെ, പക്ഷേ ഈ വയറിൻ്റെ ഉള്ളിലുള്ളത് 3D ആണ് ഇതിൻ്റെ നമ്മൾ വിഷൻ വരിക. ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ 4K 3D ആണ്, അത്രയ്ക്കും ക്ലാരിറ്റി ഉള്ള ഇമേജാണ്. അപ്പോൾ ചെറിയ ചെറിയ ഈവൻ മില്ലിമീറ്ററിനെക്കാളും ചെറിയ വെസൽസ് പോലും നമ്മൾക്ക് അവിടെ വലിയ ഇതിൽ നമ്മൾക്ക് കാണാൻ. സാർ ഇപ്പോൾ ബാരിയാട്രിക് സർജൻ ആയിരുന്നു, മെയിൻ ആയിട്ട് ബാരിയാട്രിക് സർജറീസ് സാർ, അതിനും ആക്ച്വലി ഈ റോബോട്ട് ഹെൽപ്ഫുൾ ആണോ? അതെ, ഏതിനൊക്കെ ആക്ച്വലി റോബോട്ട് യൂസ് ചെയ്യാം? ശരിക്കും റോബോട്ടിക് സർജറി ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി അബ്ഡോമിനൽ സർജറീസ്. നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്ന എല്ലാ ഓപ്പറേഷനുകളും നമുക്ക് റോബോട്ടിക് സർജറി കൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത് നമ്മളിപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറിക്ക് വേണ്ടിയിട്ടാണ്. അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് നമ്മൾ പറയുന്ന ഹേർണിയ സർജറി, അതേപോലെ തന്നെ അബ്ഡോമിനൽ വോളിലുള്ള നമ്മൾ അബ്ഡോമിനൽ വോൾ റീകൺസ്ട്രക്ഷൻ, വളരെയധികം വിടവുള്ള ഹേർണിയ എല്ലാം നമ്മൾ വോൾ റീകൺസ്ട്രക്ഷനാണ് ചെയ്യുക. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ക്യാൻസർ സർജറി, നമ്മൾ റിസെക്ഷൻസ്, ഇപ്പോൾ നമ്മൾ സ്റ്റൊമക്കിൽ ക്യാൻസർ വന്നു, കുടലിലുണ്ടാകുന്ന ക്യാൻസർ നമ്മൾ മാറ്റുക. അതേപോലെ തന്നെ ബെറിയാട്രിക് സർജറി. ബെറിയാട്രിക് സർജറിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ റോബോട്ടിക് ആംസ് എന്ന് പറയും, റോബോട്ടിക് സ്റ്റേപ്ലസ്, നമ്മൾ അറിയായിരിക്കും. ബെറിയാട്രിക് സർജറിയിൽ നമ്മൾ കുടൽ കട്ട് ചെയ്യാനായിട്ട് സ്യൂച്ചർ ചെയ്യാനായിട്ട് നമ്മൾ എൻഡോ സ്റ്റേപ്ലസ് എന്ന് പറഞ്ഞ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുക. അത് ഈ റോബോട്ടിൽ ഇപ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള സ്റ്റേപ്ലേഴ്സ് ആണ്. ഇവൻ വില കുറഞ്ഞിട്ടുള്ള സ്റ്റേപ്ലേഴ്സ് ആണ് റോബോട്ടിക്കിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. സോ ബെറിയാട്രിക് സർജറി ഓൾസോ നല്ലതുപോലെ നമുക്ക് ഈ റോബോട്ട് വെച്ചിട്ട് ചെയ്യാനായിട്ട്. ഈ ബെറിയാട്രിക് സർജറി തടി കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ലഡു കിട്ടും. പക്ഷേ റോബോട്ട് നമുക്ക് തടി കുറയ്ക്കാൻ വഴികൾ പറഞ്ഞു തരില്ല, അത് സാറ് പറഞ്ഞു. അതെ അതെ, എങ്ങനെയൊക്കെ നമുക്ക് തടി കുറയ്ക്കാം? തടി കുറയ്ക്കാനായിട്ട് ടോപ്പിക്ക് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്തു, എന്നാലും സാറ് പറയൂ. ഞാൻ എന്നൊക്കെ നോക്കി കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടാണ്. ഇതിപ്പോൾ കഴിഞ്ഞ മാസവും തടി കുറയ്ക്കുന്നതിനെ പറ്റി ഞാൻ കുറേ സംസാരിച്ചതാണ്. പക്ഷേ എന്നാലും വീണ്ടും പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു 10% ഓയിൽ കുറയ്ക്കൂ എന്നിട്ട് നിങ്ങൾ. കാരണം വെച്ചാൽ ഇന്ത്യയിലെ പുതിയ കണക്കനുസരിച്ചിട്ട് 2050 ആവുമ്പോൾ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഈ അമേരിക്ക പോലെ ആവുമെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പം 1/3 പോപ്പുലേഷന് യു നീഡ് ബെറിയാട്രിക് സർജറി. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അസുഖങ്ങൾ പോലെ, ഇപ്പം നമുക്കറിയാം ഒരു 80% അസുഖങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. അതേപോലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഈ ഒബിസിറ്റി എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇതിൻ്റെ അകത്തൊരു ജനറ്റിക് ഫാക്ടർ ഉണ്ട്. ഒരു 25 to 30% ജനറ്റിക് ആയിട്ട് ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ സാധാരണ എപ്പോഴും എല്ലായിടത്തും ഞാൻ പറയാറുണ്ട്, ദി ജനറ്റിക് ഈസ് ഓൺലി ദി ഗൺ, ദി ട്രിഗർ ഈസ് യുവർ ലൈഫ് സ്റ്റൈൽ എന്ന്. നമ്മൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പം തന്നെയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള ഫാറ്റ് അടിയുന്നത്. അപ്പോൾ അത് ഒരു പരിധി കഴിയുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ BMA പല ഫാക്ടേഴ്സ് നമ്മൾ നോക്കാറുണ്ട്. ഒരു പരിധി വരെ നമ്മൾക്ക് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും ഇപ്പോൾ ഇഷ്ടംപോലെ മെഡിസിൻസ് അവൈലബിൾ ആണ്, അതുകൊണ്ടും നമുക്ക് തടി കുറയ്ക്കുവാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പം BMA 32, 35, 40 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ഓക്കെ, ഇനി എനിക്ക് നമ്മൾ പറഞ്ഞ ഭക്ഷണം കഴിക്കാതെ എക്സസൈസ് ചെയ്യാതെ തടി കുറയ്ക്കാൻ സർജറി കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാമല്ലോ? പറ്റില്ല, പറ്റില്ല. അല്ല, ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് റോബോട്ടിക് സർജറി ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സർജറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അല്ല, ഇത് ഈ സർജറിക്കൊക്കെ സ്പെസിഫിക്, ബെറിയാട്രിക് സർജറിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോളോ അപ്പ് ആൻഡ് യുവർ ചേഞ്ച് ഓഫ് യുവർ സ്റ്റൈൽ. നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാവണം. നമ്മൾ പല്ല് തേക്കുന്ന പോലെ, കുളിക്കുന്ന പോലെയൊക്കെ നമ്മൾ ഈ ഒരു മണിക്കൂർ നമ്മൾ നടക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകണം. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ കാലറീസിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് അത് നമ്മൾക്ക് ആവശ്യമാണ്. അപ്പം ഇത് രണ്ടും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, എനിക്കൊരു സംശയം വെച്ചാൽ നമ്മളിപ്പോൾ സാറ് ലാപ്രോസ്കോപ്പിക് സർജറി ഇപ്പോൾ പുതിയതായിട്ട് വന്നു, റോബോട്ടിക് സർജറിയും പറഞ്ഞു. ഈ കീഹോൾ ആണെങ്കിൽ കൂടി നമ്മൾ ഓപ്പൺ സർജറി ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറയും, വീണ്ടും വീണ്ടും. അതേപോലെ തന്നെ നമുക്ക് റോബോട്ടിക് ആണെങ്കിൽ വീണ്ടും ചെയ്യേണ്ടി വന്നാൽ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. റീഡൂ സർജറി എന്നാണ് നമ്മൾ അതിന് ബെറിയാട്രിക് എന്ന് പറയുക. അത് നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ലാപ്രോസ്കോപ്പിക് സർജറിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾക്ക്
റോബോട്ടിക് വഴിയും ചെയ്യാൻ പറ്റും. ഞാൻ ചോദിച്ചു വന്നത് ഭക്ഷണം കഴിക്കാതെ വീണ്ടും തടി കൂടിയാൽ കുറയ്ക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ എന്ത് റോബോട്ടാണെന്നുണ്ടെങ്കിൽ ലാപ്സ്കോപ്പി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് യു ഹാവ് ടു വർക്ക് ഔട്ട്. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും പറയും ഈ സർജറി അത് റോബോട്ടാണെങ്കിലും ലാപ്സ്കോപ്പിക് ആണെങ്കിലും ഈ ഒരു ബെറിയാട്രിക് പ്രോഗ്രാമിൻ്റെ അകത്ത് സർജൻ്റെ റോൾ എന്ന് പറയുന്നത് 20% ഉള്ളൂ, 20% ആണ്. 30% ഇറ്റ് ഈസ് ദ ഡയറ്റീഷ്യൻ റോൾ. നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളുടെ ഡയറ്റ് ക്രമീകരിക്കുന്നതിന് അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണല്ലോ, അത് ഡയറ്റീഷ്യൻ. 50% രോഗിയുടെ തന്നെ ശ്രമമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ രോഗിക്ക് വരെ നടന്നിട്ട് കാര്യമില്ലല്ലോ, രോഗി തന്നെ നടക്കണം, എന്നാലേ ഉള്ളൂ അവൻ്റെ കാലറീസ് കുറയുള്ളൂ. സോ ദാറ്റ് ഷുഡ് ബി, എന്നാലേ ഉള്ളൂ അതൊരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇഫക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ എനിക്ക് വെച്ചാൽ ഈ നേരത്തെ സാർ പറയേ സർജൻ വേണോ ചെയ്യാൻ വേണ്ടി സാറൊന്ന് കാണണേ എന്ന് പറഞ്ഞു കേസ്, അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു റോബോട്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സത്യം പറഞ്ഞാൽ റോബോട്ട്സിന് മനുഷ്യരായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് അതൊരു ടൂൾ മാത്രമാണ്. സർജനും അതേപോലെ ഇപ്പം നമ്മളിപ്പോൾ സർജറി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു അസിസ്റ്റന്റ് സർജൻ നമ്മുടെ ഉണ്ടാവും, ഒരു നഴ്സ് ഉണ്ടാവും. അല്ല പേഷ്യന്റിനെ ഒറ്റയ്ക്ക് റോബോട്ടിൻ്റെയൊക്കെ വിട്ടിട്ട് നമ്മൾ അവിടെ മാറിയിരിക്കുകയല്ല ചെയ്യുക. ഈവൻ ദോ ഇറ്റ് ഇസ് ഇൻ ദി സെയിം റൂം പേഷ്യൻ്റെ കൂടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾക്ക് ഈ ആക്സസ് പോർട്ട് എന്ന് പറയും, നമ്മളിപ്പോൾ സക്ഷൻ ചെയ്യണം, അതിന് നമ്മളൊരു പോർട്ട് ഇട്ട് വെച്ചിരിക്കും. അത് സർജനാണ്, ഇവിടെ നിൽക്കുന്ന സർജനാണ് ചെയ്യുക, അത് റോബോട്ടല്ല ചെയ്യുക. റോബോട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് റോബോട്ട് ചെയ്യുക. ഫ്യൂച്ചറിങ് അതെല്ലാം നമ്മൾ റോബോട്ടിൻ്റെ ഇത് തന്നെയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെ ചെയ്യണു എന്നുള്ളതും കൂടി സാർ ഒന്ന് എനിക്ക് കാണിച്ചു തരണം. കാരണം വെച്ചാൽ കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്, കുറേ ലൈറ്റ് കളേഴ്സ് ബൾബൊക്കെ വെച്ച് എങ്ങനെ ചെയ്യും എന്നുള്ളത്. ലൈക്ക് ഗെയിം കളിക്കുന്ന പോലെ. അത് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, സാർ എങ്ങനെ അത് പഠിച്ചെടുത്തു? ഇപ്പൊ പുതിയതായി വന്നൊരു സാധനം ഇത്രയും ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ, യു ആർ ദ ചീഫ് റോബോട്ടിക് സർജറി, അതെങ്ങനെ സംഭവിച്ചു? ഇത് ശരിക്കും ഇപ്പം നമ്മളിപ്പം ലാപ്സ്കോപ്പി സർജറി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് 1993-ലാണ്. ഓൾമോസ്റ്റ് 32 ഇയേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് സർജറി ചെയ്യുന്നത് പഠിക്കാനായിട്ട് ശരിക്കും സർജറി പഠിക്കുന്നതിനേക്കാളും വേണ്ടത് നമ്മൾ മെഷീൻ പഠിക്കുകയാണെന്നുള്ളതാണ്. കാരണം വെച്ചാൽ ദിസ് ഈസ് എ മെഷീൻ, വി ആർ യൂസിങ് ദിസ് മെഷീൻ ഫോർ ദി സർജറി. സോ ആദ്യം നമ്മൾ ഈ മെഷീനെ പറ്റിയിട്ട് പഠിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മെഷീൻ്റെ ഒരു റോബോട്ടിക് സർജറിയുടെ ഞാൻ മെയിൻ ഘടകങ്ങൾ പറഞ്ഞു തരാം. ഇതിന് ആകെപ്പാടൊരു 3 മെയിൻ കമ്പോണൻസ് ആണുള്ളത്. ഇതാണ് അതിൻ്റെ മെയിൻ യൂണിറ്റ്. ഇതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇതാണ്, സെൻട്രൽ യൂണിറ്റാണ്. ഇതിൻ്റെ അകത്ത് ക്യാമറയുടെ ഫങ്ഷൻ ഉണ്ട്, നമ്മൾ എനർജി സോഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു വലിയൊരു UPS ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ 2 മണിക്കൂർ കറണ്ട് പോയാലും ദിസ് വിൽ വർക്ക്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇഫ് യു ക്യാൻ കം ബാക്ക്, ഇത് നമ്മൾ ഇവിടെ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ഈ സ്ക്രീനിൻ്റെ അകത്ത് ഇതിൻ്റെ ടെക്നീഷ്യൻസിനെ ഈ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അത് 2D ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പുറത്ത് നിൽക്കുന്നവർക്കൊക്കെ ഇതും ശരിക്കും 3D ആണ്. അപ്പോൾ അത് ശരിക്കും 3 മോണിറ്റേഴ്സാണ് ഇതിനുള്ളത് ഈ സർജറി ചെയ്യുമ്പോൾ. ഞാനൊരു മോണിറ്റർ അവിടെ കാണും, ബാക്കിയുള്ള എൻ്റെ അസിസ്റ്റൻറ്റ് സർജനും അല്ല അതേപോലെ ബാക്കിയുള്ള സ്റ്റാഫിനും കാണാനായിട്ട് അവിടെ ഉണ്ടാവും, ടെക്നീഷ്യൻസിനും കാണാനായിട്ട് ഇവിടെ വേറൊരു മോണിറ്ററുണ്ട്. അപ്പോൾ അതേപോലെ ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഞാൻ നേരത്തെ AI-യുടെ കാര്യം പറഞ്ഞു, അതിപ്പോൾ ഇവർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ഈ നിങ്ങൾക്കറിയാം ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്രമാത്രം നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ കൂടുന്നുണ്ടെന്നുള്ളത് കാര്യം. ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിന് അതിൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ വരുന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇൻ ദി ട്രയൽ പീരീഡ്. ഇപ്പോൾ സപ്പോസ് ഒരു ആർട്ടറി, ഒരു ബ്ലഡ് വെസൽ ആണെന്ന് വിചാരിച്ചു, രക്തക്കൊഴൽ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ റോബോട്ട് മനസ്സിലാവും അത് ഇതാണ്. ഇപ്പോൾ നമ്മളവിടെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാലും ദിസ് വോണ്ട് കട്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ അകത്തുണ്ടാകാൻ വരാൻ പോകുന്ന ഒരു അഡ്വാൻസ്. ഇപ്പം തന്നെ ഞാൻ ബെറിയാട്രിക് സർജറിയുടെ ഞാൻ പറഞ്ഞില്ല, എറേഴ്സ് കംപ്ലീറ്റ് മിനിമൈസ് ചെയ്യാണ്. ഞാൻ ബെറിയാട്രിക് സർജറിയുടെ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ സ്റ്റേപ്ലേഴ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ആ സ്റ്റേപ്ലേഴ്സ് തന്നെ പല കളറുകളിലുണ്ട്, ബ്ലാക്ക്, ഗ്രേ, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, ഇത്രയും കളേഴ്സ് ഉണ്ട് അതിന്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കട്ടിയുള്ള ടിഷ്യൂസിനും ഓരോന്നോരോന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിരുന്നത് നമ്മളിപ്പം സ്റ്റൊമക്ക് ആമാശയം എടുത്തു, ആമാശയത്തിൻ്റെ ആൻട്രത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കട്ടി കൂടുതലാവും, അപ്പം നമ്മൾ വി വിൽ യൂസ് ഗ്രീൻ. അല്ലാന്നുണ്ടെങ്കിൽ മേളിലോട്ട് പോകുമ്പോൾ കട്ടി കുറവാണ്, അപ്പം നമ്മൾ യൂസ് ബ്ലൂ. ഇതിപ്പം ഇവൻ പറഞ്ഞു തരും
ഏതിടണമെന്നുള്ളത്. ആ ടിഷ്യൂസ് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള സ്റ്റേപ്പിളർ, കളർ സ്റ്റേപ്പിളർ അല്ല എന്നുണ്ടെങ്കിൽ അവൻ ഫയർ ചെയ്യില്ല. വി ഹാവ് ടു ചേഞ്ച് ഇറ്റ്. സോ അത്രമാത്രം സേഫ്റ്റി കൂടുതലാണ്. അതേപോലെ തന്നെ വേറൊരു ഗുണം, നമ്മളിപ്പോൾ ലാപ്സ്കോപ്പി ചെയ്യുന്ന സമയത്ത് ഞാൻ 2 കൈ വെച്ച് ചെയ്യുന്നു. എൻ്റെ ഈ ക്യാമറ വേറൊരു സർജനാണ് പിടിക്കുന്നത്, അതേപോലെ റിട്രാക്ഷൻ വേറൊരു ആളായിരിക്കും പിടിക്കുക. അപ്പം ഇവർ പ്രൊലോങ്ഡ് സർജറീസ് ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറും. കുറച്ചൊരു ഫാറ്റിഗ് ഉണ്ടാവും. നമുക്ക് പറയാം അതിനൊരു ഹ്യൂമൻ എറർ എന്ന് പറയാം. അപ്പോൾ ആ ഹ്യൂമൻ എറർ ഈ റോബോട്ടിക് സർജറിയിൽ ഇല്ല, ഒരു ഒട്ടുമില്ല. അതാണ് ഇത് കൂടുതൽ പ്രിസിഷൻ എന്ന് നമ്മൾ പറയാനായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പം വയറെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പെൽവിസ്, നമ്മുടെ വയറിൻ്റെ താഴോട്ട് ചെല്ലുമ്പോൾ ശരിക്കും ഈ റോബോട്ടിക് സർജറി സ്റ്റാർട്ട് ചെയ്തത് ഇടുപ്പിലെ സർജറിക്ക് വേണ്ടിയിട്ടായിരുന്നു, യൂറോളജിസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥി അറിയാമല്ലോ, ആ ഗ്രന്ഥി ഇരിക്കുന്നത് നമ്മുടെ ഇടുപ്പല്ലിൻ്റെയും പുറകിൽ ഒളിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഗ്രന്ഥിയാണ്. അതിൻ്റെ അകത്ത് സർജറി ചെയ്യാനായിട്ട് ഇവൻ ഓപ്പൺ സർജറി തന്നെ പാടാണ്, ലാപ്സ്കോപ്പി സർജറിയിലും പാടാണ്. അതിനു വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ റോബോട്ടിക് സർജറി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ സർജറീസ് നടക്കുന്ന ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് യൂറോളജിസ്റ്റാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ അവർക്ക് ചെന്നെത്തപ്പെടാൻ പറ്റാത്ത സാധനങ്ങളാണ് അവിടെ നമുക്ക് ഈ റോബോട്ട് ചെന്ന് നല്ല സുഖമായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ചുമ്മാ ഇതാക്കി കഴിഞ്ഞാൽ അവൻ എവിടെ വേണമെങ്കിലും ചെന്ന് ഇതാക്കും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ലാപ്സ്കോപ്പി സർജറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം നമ്മൾ ഓപ്പൺ സർജറിയുടെയും ലാപ്സ്കോപ്പി സർജറിയുടെയും ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ സർജറിയിൽ നമ്മളിപ്പം പ്രൊനേഷൻ സുപ്പിനേഷൻ നമുക്ക് ഒരു 180 ഡിഗ്രിയെ നമുക്ക് തിരിക്കാൻ പറ്റും. ലാപ്സ്കോപ്പി സർജറി വന്നപ്പോൾ അതൊരു 270 ഡിഗ്രിയായി. ഇതിപ്പം 360 ഡിഗ്രിയും തിരിയും, 360 ഡിഗ്രിയിലൊക്കെ കൂടുതൽ തിരിയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ചുറ്റിനും ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും പോകുന്ന സാധനമാണ്. നമുക്ക് ഇപ്പം ഇത് കണ്ടോ, മൊത്തം തിരിയും. ഇതിന് 4 ഘടകങ്ങളുണ്ട്. അപ്പോൾ 4 എണ്ണത്തിലേക്ക് കൂടെ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് തിരിയും. അപ്പം അതേപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം അവിടെ ഇപ്പോൾ ഒരു ഡിഗ്രി മൂവ്മെൻറ്റ് നമ്മൾ ആ ജോയ്സ്റ്റിക്ക് എന്ന് ഞാൻ പറയാം, ജോയ്സ്റ്റിക്ക് എന്നല്ല അതിൻ്റെ പേര്, അത് കുറേ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്, മാഗ്നറ്റ് ആണത് ശരിക്കും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സാധനം. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണത്. അത് 1 ഡിഗ്രി നമ്മൾ മൂവ് ചെയ്യുമ്പം റോബോട്ടിന് ഇവിടെ 6 ഡിഗ്രി മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഈ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിൽ റോബോട്ടിന് കൂടുതൽ മൂവ് ചെയ്യാം. നമുക്കപ്പം വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ചെറിയ മൂവ്മെൻറ്റ് വഴി നമ്മൾക്ക് ഉള്ളിലുള്ള സർജറികൾ നമുക്ക് ചെയ്യാൻ പറ്റും. സ്യൂച്ചർ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു അഡ്വാൻറ്റേജ് ഇത് ഭയങ്കരമാണ്. അതേപോലെ അബ്ഡോമിനൽ വോളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. ലാപ്സ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇത് കുറച്ച് ഒരു 2 മണിക്കൂർ നേരത്തെ സർജറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നടുവേദന, കൈവേദന, ഷോൾഡർ പെയിൻ ഒക്കെ ഉണ്ടാവും. അതൊന്നും ഇതിനുണ്ടാവില്ല. അപ്പം എഫേർട്ട് കുറയുമ്പോൾ കൃത്യത കൂടും, ഒരു പ്രിസിഷൻ വിൽ. സോ ദാറ്റ് ഹാസ് ഗോട്ട് ദി അഡ്വാൻറ്റേജ് ടു ദി പേഷ്യൻറ്റ്. ഇറ്റ് ഹാസ് ഗോട്ട് എ മോർ പ്രിസൈസ്. സർ, എനിക്ക് ആ കൺസോളിൽ ഇരുന്നിട്ടും കൂടി ഇതൊന്ന് ചെയ്യാൻ കാണിച്ചു. തീർച്ചയായിട്ടും. ആക്ച്വലി ഇത് ഇപ്പം നമ്മൾ പേഷ്യൻറ്റിനെ സെറ്റ് ചെയ്തു, ഈ റോബോട്ടിക് ആമിനെ നമ്മൾ ഡോക്ക് ചെയ്യുക എന്ന് പറയും. നമ്മൾ ആ ആംസ് എല്ലാം കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇപ്പം ആദ്യം നമ്മളുടെ ഇവിടുത്തെ നമുക്ക് നമ്മുടെ ക്യാമറ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. അടുത്ത് കാണണമെങ്കിൽ അടുത്ത് കാണാം, ദൂരെ കാണണമെങ്കിൽ ദൂരെ കാണാം. അതേപോലെ ഈ 2 ആംസ് ഉണ്ട്. ഇവിടെ നമ്മൾ കൈയുടെ മൂവ്മെന്റ് കണ്ടില്ലേ, ഞാൻ എൻ്റെ ചെറുവിരൽ ഇങ്ങനെ ഇൻഡെക്സ് ഫിംഗർ ഇങ്ങനെ അനക്കുമ്പം ഇതിൻ്റെ ടിപ്പ് അടക്കുകയും തുറയുകയും ചെയ്യും. അതേപോലെ ഞാനിത് കൈ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാൽ മതി, നിങ്ങൾക്ക് കാണാം കുറച്ച് തിരിയുമ്പോൾ തന്നെ അവിടെ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഇത് തിരിക്കാൻ പറ്റും. ഇങ്ങനെ തിരിക്കാൻ പറ്റും, ഇങ്ങനെ തിരിക്കാൻ പറ്റും. സോ എനിക്ക് ടിഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ ആക്കി ഞാൻ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് ഇത് എനിക്കെടുത്ത് അങ്ങോട്ട്, ഇതൊക്കെ നമ്മളിപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ്. നമുക്ക് ഇങ്ങനെ ഇട്ട് നമുക്ക് പഠിക്കാം, നമ്മുടെ ഫൈൻ മൂവ്മെൻറ്റ്സ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മളിപ്പോൾ സ്യൂച്ചറിങ് ഒക്കെ നമ്മളിവിടെ ചിക്കൻ്റെ പീസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ ഈ പേഷ്യൻസിൻ്റെ ഉള്ളിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, അതേപോലെ കോട്ടറിയും കാര്യങ്ങളെല്ലാം ഇതിനൊക്കെ ഇവിടെ കാലിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു 6 സ്വിച്ചസ് ഉണ്ട്. അപ്പോൾ ഈ 6 സ്വിച്ചസും എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. സർ, അപ്പോൾ എനിക്കിനി ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഇതൊക്കെ വൻ സെറ്റപ്പിൽ നമ്മളൊരാൾ ഇങ്ങോട്ട് വരുമ്പോൾ പൈസ ഭയങ്കരമായി വരുമോ?
ഇത് ശരിക്കും ലാപ്സ്കോപ്പി സർജറി വന്നപ്പോഴും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. നമ്മൾ 1993 നമ്മൾ ലാപ്സ്കോപ്പി സെറ്റ് ഇവിടെ വന്നത്. അന്ന് അതിനൊരു 14 lakhs rupees ആയിരുന്നു വില, അന്നത്തെ വില. അപ്പം പക്ഷേ നമുക്ക് അത് അധികം കോസ്റ്റ് കൂടാതെ അധികം ഇല്ലാതെ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് മൗലാന ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഗുണമാണ് അവർക്ക് ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏകദേശം 10 കോടി രൂപ വിലയുള്ളൊരു സംഭവമാണ്. അതേപോലെ നമ്മൾ ഇതിനേക്കാൾ ഈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ റെക്കറിങ് എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു AMC ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും ഇവിടെ ഇരുന്ന് ഈ സംഭവം ഇവർക്ക് ഡൽഹിയിലിരുന്ന് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഈ ടെലി സർജറി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പണ്ടൊക്കെ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഡൽഹിയിലിരുന്ന് ഒരു സർജൻ ബാംഗ്ലൂരിലുള്ള പേഷ്യൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്തു. ഈസോഫേഗസിലെ ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇരുന്നിട്ട് നമ്മൾക്ക് എവിടെ വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അത്രമാത്രം സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് തന്നെ. ഇപ്പം ഡാവിഞ്ചി വേറൊരു റോബോട്ട് എന്ന് പറയുന്ന 1 കോടി രൂപ എൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് മാത്രമാണ്. അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്കറിയാം. ഇപ്പം ഈ ഇൻസ്ട്രുമെൻറ്റ്സിനൊക്കെ ഒരു 30,000 40,000 rupees വിലയാണെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റിന് ഒരു 1 lakh rupees വില വരും. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു പിന്നെ എക്സ്ട്രാ കോസ്റ്റ് എന്തായാലും റോബോട്ടിക് സർജറിക്ക് വരും. അത് പക്ഷേ നമ്മൾ മൗലാന ഹോസ്പിറ്റലിൽ എത്രയും മിനിമൈസ് ചെയ്ത് ഇനി നമ്മൾ തന്നെ ഇപ്പം ബെറിയാട്രിക് സർജറി തന്നെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ചാർജിലാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 18 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വളരെ ഒരു കുറഞ്ഞ ചിലവിൽ കൂടുതൽ വൈദഗ്ധ്യം എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. കമ്പയർഡ് ടു ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ മൗലാനയിലാണ് നമുക്ക് കുറവായിട്ട്. തീർച്ചയായിട്ടും that's a very wonderful thing. നമുക്ക് പേഷ്യൻസ് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് നമ്മളുടെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും പേഴ്സണലായിട്ടും മാനേജ്മെൻറ്റിൻ്റെയും നമ്മൾ ഈ ഒരു പുതിയ ഒരു സംവിധാനം, പുതിയൊരു ടെക്നോളജി വരുമ്പം അത് ദാറ്റ് ഹാസ് ടു ബി ഗെറ്റ് ടു ദി കോമൺ പീപ്പിൾ. നമ്മൾ ചുമ്മാ കുറച്ച് പൈസ ഉള്ളവർക്ക് മാത്രം അത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. സോ ഇറ്റ് ഹാസ് ടു കം ടു എ കോമൺ മാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഹേർണിയ അതേപോലെയുള്ള നമ്മളൊക്കെ പല ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളും ആദ്യമായിട്ട് നമ്മളിവിടെ തുടങ്ങി നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് നമുക്ക് ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഹേർണിയ ആണെന്നുണ്ടെങ്കിലും ഹെമറോയിഡ്സിൻ്റെ സർജറി ആണെങ്കിലും ബെറിയാട്രിക് സർജറി ആണെങ്കിലും എല്ലാം വൺ ഓഫ് ദി ലാർജസ്റ്റ് നമ്പേഴ്സ് ഇന്ത്യയിൽ തന്നെ നമ്മൾക്കിവിടെ ഉണ്ട്. അത് ബിക്കോസ് ഓഫ് ഈ ഒരു കോസ്റ്റ് ഫാക്ടർ നമ്മൾ കുറച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി. അതെ, എല്ലാവർക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആഫ്റ്റർ. അതൊരു ഭയങ്കര ഒരു റിവാർഡിങ് എക്സ്പീരിയൻസ് ആണ് അല്ലേ സാറിന്? ലൈക്ക് അത് ഞാനൊരു പേഴ്സണൽ കാര്യം ചോദിക്കട്ടെ, പേഷ്യൻസിൻ്റെ അടുത്തുനിന്ന് ഒരു റിവാർഡിങ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ പലരും പറയും ഡോക്ടർമാരും പേഷ്യൻസും തമ്മിൽ ഭയങ്കര അടിയാണ്, പ്രശ്നങ്ങളാണ്. അങ്ങനത്തിനല്ല ഒരു റിവാർഡിങ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒരു പെട്ടെന്ന്? തീർച്ചയായിട്ടും ഇഷ്ടം പോലെ നമ്മൾക്ക് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഓൾ ട്രൈബ്സ് യു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഏറ്റവും ഇപ്പം അറിയാലോ, എൻ്റെ ഒരു കസിൻ ബ്രദർ പറയുമായിരുന്നു, ഈ ഒരു 1 lakh rupees കൈ കിട്ടുന്നവരെയുള്ള പൈസ കിട്ടുന്നതിൻ്റെ ഒരു ത്രില്ലുള്ളൂ. അതേപോലെ പൈസ കിട്ടുന്നതിൻ്റെ ത്രില്ലൊക്കെ നമ്മൾക്ക് പോയിട്ട് കാലങ്ങളായി. നമ്മൾക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ഈ പേഷ്യൻസിൻ്റെ ഒരു ഒരു നല്ല, അതേപോലെ തന്നെ ഫീഡ്ബാക്ക് മാത്രമല്ല ദി ജനറേഷൻസ്. ഇപ്പോൾ ഇപ്പം ഞാൻ മിക്കവാറും ഒരു തിയേറ്ററിൽ നമ്മൾ സർജറി ചെയ്യുന്നതിൽ 2 3 പേഷ്യൻസ് വന്നിട്ട് പറയും എൻ്റെ അമ്മയെ ഡോക്ടർ, അല്ലെങ്കിൽ ഇപ്പോൾ ഈയിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഹേർണിയ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മയെ ഹേർണിയൊക്കെ കൊണ്ടുവന്നിരിക്കുക. ആ മോക്കൊരു ഷീ മേ ബി 40s അതിലായിരിക്കും. ഡോക്ടർ തന്നെ 30 വർഷത്തിന് മുമ്പ് ഓപ്പറേറ്റ് ചെയ്തതാണ്. സോ ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അവർ വരുന്നത് വളരെ ദൂരത്തു നിന്നാണ് വരുന്നത്, അവിടെ ഒന്നും ഈ സർജറി ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ആ ഒരു വിശ്വാസവും, അതേപോലെ തന്നെ വേറെ ഒരു തൊറാക്കോസ്കോപ്പിക് സർജറി ചെയ്യാനായിട്ട് അത് പറഞ്ഞു, ഡോക്ടറിനെ എനിക്ക് 26 വർഷം മുമ്പേ അറിയാം, എൻ്റെ ബ്രദറിനെയും കൊണ്ട് ഡോക്ടർ ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ മിക്കവാറും അങ്ങനെ ഒരു ആ ജനറേഷൻസ് നമുക്ക് ചില അത്ഭുതം തോന്നും. കാരണം ചില വലിയ കുട്ടികളൊക്കെ ഇപ്പം നമ്മളിവിടെ മൗലാനയിൽ തന്നെ 90s നമ്മൾ ചെയ്ത് തുടങ്ങിയതല്ലേ. 85 ഞാൻ എൻ്റെ സർജിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് 40 years ഓഫ് സർജിക്കൽ എക്സ്പീരിയൻസ്. അൽഹംദുലില്ലാ. ഞാനൊന്നും ജനിച്ചിട്ടില്ല, വയസ്സ് ചോദിച്ചില്ല. ഇനി പ്രായം കുറയ്ക്കാനുള്ള സംഭവം കൂടി കണ്ടുപിടിക്കണം. അതൊക്കെ വരും.
പതുക്കെ പതുക്കെ. അങ്ങനെ. അപ്പൊ എന്തായാലും ഇറ്റ് വാസ് എ വെരി ഇൻഫോർമേറ്റീവ് സെഷൻ സാറ്. അപ്പൊ നമുക്ക് എന്തും ഈ പറഞ്ഞ വയറിൽ ചെയ്യുന്ന എല്ലാം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വയറും നെഞ്ചും തൊറക്കോസ്കോപ്പി വളരെ നമ്മളിപ്പം നെഞ്ചിൻ്റെ അകത്തുള്ള ലങ്സിൻ്റെ സർജറി, ഇസഫാക്സിൻ്റെ സർജറി ആൻഡ് യുനോ ഇത് കണ്ടുപിടിച്ചിരിക്കുന്ന ഈ SSI മന്ത്രയുടെ മെൻറ്റർ എന്ന് പറയുന്നത്, അതിൻ്റെ ഓണർ എന്ന് പറയുന്ന ഒരു കാർഡിയോതൊറാസിക് സർജനാണ്. അദ്ദേഹം 40 വർഷമായിട്ട് അദ്ദേഹം US-ലായിരുന്നു ആൻഡ് ഡാവിഞ്ചി ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നയാളാണ്. അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഇപ്പം കഴിഞ്ഞ ഒരു 3 വർഷമായി അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ആ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഇതിൽ അദ്ദേഹം തന്നെ യെസ് ഗോട്ട് എ ഹ്യൂജ് സെറ്റപ്പ്. നല്ലൊരു, ഞാനവിടെ പോയിരുന്നു ഡൽഹിയിൽ, യെസ് ഗോട്ട് എ ഹ്യൂജ് ഫാക്ടറി ആൻഡ് ദി R&D. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ്. ഏകദേശം 67 ഇൻസ്ട്രുമെന്റ്സ് ഇദ്ദേഹത്തിനുണ്ട്. ഡാവിഞ്ചിക്ക് പോലും അതില്ല. ഡാവിഞ്ചിക്ക് ഇല്ലാത്ത കുറേ ഗുണങ്ങൾ ഈ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ. ഇപ്പം നമ്മൾ ആംസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഡാവിഞ്ചിയുടെ ആം ഇതേപോലുള്ള മേളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് 4 ആമായിട്ടാണ്. അപ്പം അതിന് കുറച്ചൊരു ഇങ്ങനെ വന്നിട്ടുള്ള ഇതാണ്. പക്ഷെ അപ്പം അതിന് കുറച്ചൊരു നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ അബ്ഡോമിനിൽ ഒരു ടൈപ്പിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ നിങ്ങൾക്ക് കാണാം, ഇത് 4 എണ്ണവും സെപ്പറേറ്റ് എടുക്കാം. നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ കൊണ്ട് ഇവിടെ വെക്കാം, ഒരെണ്ണം വേണമെങ്കിൽ അവിടെ വെക്കാം, അങ്ങനെ ചെയ്യാം. സോ ആ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്. ആൻഡ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഈ AI അവർ ഓൾറെഡി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ ഇറ്റ് ഇസ് എ വെരി ഗുഡ്. നമുക്ക് എന്നുവെച്ചാൽ മറ്റേതിനേക്കാളും വളരെ ഇപ്പം ഡാമേജ് എന്ന് പറയുന്നത് 20-22 ക്രോസ് ഒക്കെയാണ് അവർ. അതിനേക്കാളും ഒരു പകുതി വിലയ്ക്ക് നമുക്ക് നമ്മുടെ സാധനം കിട്ടും. അതെ. അപ്പൊ അതെന്തായാലും പൊളിച്ചു തന്നെ. അപ്പൊ എന്തായാലും Gen-Z റോബോട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ ഇറ്റ് വാസ് എ വെരി ഇൻഫോർമേറ്റീവ് സെഷൻ സർ. അപ്പോൾ ഇനിയും ആൾക്കാർക്ക് ഇത് മനസ്സിലാവട്ടെ, അവരത് യൂട്ടിലൈസ് ചെയ്യട്ടെ. ആൻഡ് വിഷിംഗ് യു ഓൾ ദ സക്സസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സർ. താങ്ക് യു. നമുക്ക് നല്ലൊരു ടോപ്പിക് തന്നതിന് താങ്ക് യു സർ.